ഹലോ അസ്സാം വലൈക്കും. ഇന്ന് എൻ്റെ ടെറസിലുള്ള തക്കാളിയൊക്കെ ഒന്ന് കാണിക്കാൻ കേട്ടോ. ഇതാണ് എൻ്റെ ടെറസിലുള്ള തക്കാളികൾ. നല്ല കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയൊന്നല്ല ഉണ്ടാവേണ്ടത്, പക്ഷെ നല്ല മഴയല്ലേ, അത് കാരണമാണ് ഇപ്പോൾ തക്കാളിയൊക്കെ ഇങ്ങനെ ആയത്. ഞാൻ ഒരുപാട് ചട്ടിയിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊക്കെ മഴയത്ത് കുറേ ചട്ടിയത്തേക്ക് പോയി. ഒരു 6-7 ചട്ടിയിലുള്ളൂ നമുക്ക് തക്കാളി കിട്ടിയത് കേട്ടോ. അപ്പം ഞാനിതാ ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് കായും പൂവും എല്ലാം പിടിച്ചിട്ടുണ്ട്. നല്ല തക്കാളിയാണ്. ഈ മഴയത്തും ഇങ്ങനെ തക്കാളി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നല്ല സന്തോഷം കേട്ടോ കാണുമ്പോൾ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്രാവശ്യം തക്കാളി കിട്ടുന്നൊന്നും. എന്താ അങ്ങനെയുള്ള മഴയാണല്ലോ ഇപ്രാവശ്യം. എന്നാലും മാഷാ അല്ലാ, എനിക്ക് ഇത് തക്കാളി ഇങ്ങനെയും ആയി കിട്ടിയില്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ തക്കാളി കേട്ടോ. പിന്നെ ഇത് ഞൊട്ടങ്ങയാണ്. ആരെങ്കിലും ഞൊട്ടങ്ങ കണ്ടുക്കണോ, കഴിച്ചുക്കണോ? ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയണ്ടാവില്ല കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഞൊട്ടങ്ങ എന്താണെന്നൊന്നും പറഞ്ഞാൽ, ഇവിടെ കുട്ടികൾക്ക് തന്നെ ഞാൻ ഇത് കാട്ടിക്കൊടുക്കുമ്പോൾ അവർ അറിയും ഇത് കഴിക്കാൻ പറ്റൂല എന്നറിയാം. ഞാനിതൊരു തൈ റോഡ് സൈഡിൽ കണ്ടപ്പോൾ കൊടുന്ന് ചട്ടിയിൽ വെച്ചതാണ് കേട്ടോ. ഇതാ പഴുക്കണുള്ളൂ കേട്ടോ. അത് പഴുത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാട്ടോ. അത് ഒരു കയ്പും പുളിയും മധുരവും എല്ലാം കൂടെ കൂടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ പച്ചയാണ്, ആയിട്ടില്ല ഇത് കേട്ടോ. എനിക്കിഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുന്നത്. നല്ലൊരു ഔഷധ ഗുണമുള്ള ചെടിയും കൂടെയാണ് ഇത്ര ഇത്. ഇത് വലിയ വലിയ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട് ഇത്ര ഇത് വാങ്ങാൻ കിട്ടും. ഞൊട്ടങ്ങ എന്നും പറയും, ഞൊട്ടാഞ്ഞൊടിച്ചി എന്നൊക്കെ പറയും. ഞങ്ങളിവിടെ ഞൊട്ടങ്ങ എന്ന് പറയും കേട്ടോ. ഇതാണ് സാധനം കേട്ടോ. ഇതിന് പഴുത്ത് കഴിഞ്ഞാണ്ടല്ലോ നല്ല രസമാണ്. പുളി ഉണ്ടാവും, മധുരം ഉണ്ടാവും, കയ്പും ഉണ്ടാവും. മൂന്നും കൂടിയൊരു ടേസ്റ്റാണ് ഇതിന് കേട്ടോ. അപ്പോൾ ഇതാണ് ഞൊട്ടങ്ങ. ഇതൊക്കെ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും അറിയില്ല കേട്ടോ. ഇത് കണ്ടോലും കഴിച്ചോലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. പിന്നെ എൻ്റെ മുളക് ഇതാ വീണ്ടും ഞാൻ അന്ന് കുറേ മുളക് അറുത്തല്ലോ, വീണ്ടും എൻ്റെ ചീനമുളകൊക്കെ നിറയെ പൂവിട്ട് നിറയെ കായ ഉണ്ടായിട്ടോ. ഞാൻ അന്ന് അച്ചാറിടാൻ വേണ്ടി കുറേ ഇതിമെന്ന് പറിച്ചതാണ് മുളകുകൾ. ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ തന്നെ മുളക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ തന്നെ അതിനെ കാണുമ്പോൾ ഉണ്ടല്ലോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ.